സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. എല്ലാവരെയും ദൈവം ഇന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാനും ചില നാളുകളായി നാം അതിദാരുണങ്ങളായ ആത്മഹത്യകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരും തങ്ങളുടെ ജീവിതത്തിൽ നിരാശ ബാധിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ യാതൊരു താല്പര്യവുമില്ലാത്തവരായി വളരെ വലിയ മാനസിക സംഘർഷത്തിന് അടിമപ്പെട്ട് അവർ ജീവിതം അവസാനിപ്പിച്ചു. ഭയാനകമായ മറ്റൊരു കാര്യം, പലരും ആത്മഹത്യ ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് മാതാക്കൾ വളരെ കൊച്ചു പ്രായത്തിലുള്ള അവരുടെ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് വാസ്തവത്തിൽ കരളലിയിക്കുന്നതായ സംഭവങ്ങളായി നിലകൊള്ളുന്നു. എത്രയോ ദാരുണമായ മരണങ്ങളായിരുന്നു ഇതൊക്കെ. മനസ്സ് തകരുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതം വളരെ നിരാശാജനകമാണ്. അങ്ങനെ ഏറ്റവും നിരാശ ബാധിച്ച് ഇനി ജീവിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് എത്രയോ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അവരുടെ മക്കൾ വാസ്തവത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഒരു സമയത്ത് മരണത്തിലേക്ക് എടുത്തെറിയപ്പെടുക എന്ന് പറയുന്നത് എത്രയോ ഭയാനകമായ ദാരുണമായ കാര്യമാണ്. അങ്ങനെ നിരാശാബാധിതരായ എത്രയോ ആളുകൾ ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യുന്നു. വാസ്തവത്തിൽ എന്താണ് ആത്മഹത്യയിലേക്ക് അവരെ നയിക്കുന്നതായ വസ്തുത? ജീവിതത്തിലെ പ്രയാസങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഏറി വരുന്നതായ സമയത്ത് ആശ്വസിപ്പിക്കുവാനോ സഹായിക്കുവാനോ ആരുമില്ല എന്നുള്ളതായ ഒരു വലിയ തോന്നൽ അവരുടെ ജീവിതത്തിൽ വലിയ നിരാശയുണ്ടാക്കുന്നു. എല്ലാവരും കൈവിട്ടു എന്നുള്ളതായ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. മുൻപോട്ട് ഒരു ചുവട് വയ്ക്കുവാൻ ഇനി നിവൃത്തിയില്ല എന്നുള്ളതായ തിരിച്ചറിവ് അവർക്ക് ലഭിക്കുന്നു. തങ്ങളുടെ കൂടെ നിൽക്കുവാനോ ഒരു കരം തന്ന് സഹായിക്കുവാനോ ആരുമില്ല എന്നുള്ളതായ ഭയാനകമായൊരു സത്യം മനസ്സിലാക്കുമ്പോൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിച്ചേരുകയാണ്. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സ്വർഗീയനാദം ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 34-ാം സങ്കീർത്തനം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ സങ്കീർത്തനം ചമച്ച ദാവീദ് രാജാവ് പറയുകയാണ്, ഹൃദയം നുറുങ്ങി അതുപോലെ വ്യസനാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിക്ക് സമീപസ്ഥനായിരിക്കുന്നത് ആരാണ്? വലിയവനായ ദൈവമാണ്, യഹോവയായ ദൈവം. നമ്മുടെ മനസ്സ് തകരുമ്പോൾ നമ്മുടെ അരികിലേക്ക് വരുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ തലോടുന്ന ഒരുവൻ വലിയവനായ ദൈവം മാത്രമാണ്. മനുഷ്യകരങ്ങൾക്ക് സഹായിക്കാവുന്നതിന് പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മെ യഥാർത്ഥമായി സഹായിക്കുന്ന ഒരുവൻ വലിയവനായ ദൈവമാണ്. ഈ ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള വഴി എന്താണ്? ഏക വഴി കർത്താവായ യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ആ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവായ ദൈവത്തിന്റെ അരികിൽ ചെല്ലുവാനോ സഹായം പ്രാപിക്കുവാനോ സാധിക്കുകയില്ല. ഈ കാര്യം പലർക്കും ഇതേവരെ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പരമദയനീയമായ ഒരു വസ്തുതയാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പലർക്ക് പോലും ഇത് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പലരും ആത്മഹത്യ ചെയ്യുന്നത്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഭക്തനാണ്, ഭക്തമതിയാണ്. അങ്ങനെയുള്ള ക്രിസ്ത്യാനി ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടതായി വരുന്നില്ല. കാരണം അവർ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ അവർക്ക് വലിയവനായ ദൈവത്തിൽ നിന്നുള്ള സഹായം അതാത് സമയങ്ങളിൽ ലഭിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല.
എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, താങ്കൾ ജീവിതത്തിലെ നിരാശ ബാധിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ സ്വർഗീയനാദം കേൾക്കുമ്പോൾ താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട ദൈവ കുഞ്ഞാടാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ദിവ്യമായ സഹായം പ്രാപിക്കുക. അതിന് ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുത്തൻ പുലരിയിലെ ദൈവിക ശബ്ദം കേൾക്കൂ. സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. ഹൃദയം നുറുങ്ങി നിൻ സന്നിധിയിൽ വന്നയൻ യാചനകൾ. ഹൃദയം നുറുങ്ങി നിൻ സന്നിധിയിൽ വന്നയൻ യാചനകൾ. തകർന്ന എൻ മാനസയാഗങ്ങളിൽ നിന്റെ പ്രസാദം നൽകിടുമോ? തകർന്ന എൻ മാനസയാഗങ്ങളിൽ നിന്റെ പ്രസാദം നൽകിടുമോ? ഹൃദയം നുറുങ്ങി നിൻ സന്നിധിയിൽ വന്നയൻ യാചനകൾ. തകർന്ന എൻ മാനസയാഗങ്ങളിൽ നിന്റെ പ്രസാദം നൽകിടുമോ?